സദസ്സിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അധ്യാപനം മറ്റ് തൊഴിലുകൾ പോലെയല്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണത്? ഏത് ജോലിയും ഫലപ്രദമായി ചെയ്യാൻ ചെയ്യുന്നയാളിൻ്റെ ശരീരവും മനസ്സും ചേർന്ന് പ്രവർത്തിക്കണം. എന്നാൽ അധ്യാപക ജോലിക്ക് ഇതുകൂടാതെ മറ്റൊന്നുകൂടി വേണം. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട്, താൻ തെളിയിക്കുന്ന വഴിയിലേക്ക് കടന്നു വരുന്ന പുതുതലമുറയോട് എപ്പോഴും ഉള്ളിൽ കിനിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹവും മമതയും വാത്സല്യവും ഒക്കെ കലർന്ന ഒന്നാണത്. അതുതന്നെയാണ് ഈ ജോലിയെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും മറ്റേത് സർക്കാർ ജീവനക്കാരനും കിട്ടാത്ത ആദരവും സ്നേഹവും ലഭിക്കുന്നതും. 30 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൻ്റെ പടിയിറങ്ങുന്ന മജീദ് മാഷും 34 വർഷത്തെ സേവനത്തിന് ശേഷം വിട പറയുന്ന ലത ടീച്ചറും തങ്ങളുടെ അധ്യാപന കാലയളവിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിൽ കുട്ടികളെ അറിഞ്ഞും സ്നേഹിച്ചും അവരുടെ വിഷയങ്ങളോടൊപ്പം ജീവിതവും പഠിപ്പിച്ചവരായിരുന്നു. നമ്മൾ കുട്ടികളോട് കളിയായി പറയുന്ന കാര്യങ്ങൾ പോലും അവർ കാര്യമായി എടുക്കുമെന്നും അതിനാൽ നന്നായി ആലോചിച്ച് കുട്ടികളോട് സംസാരിക്കാവൂ എന്നും ഒരിക്കൽ മജീദ് മാഷ് എന്നോട് പറഞ്ഞു. നല്ല ഭാഷയിൽ അധ്യാപകർ കുട്ടികളോട് സംസാരിച്ചില്ലെങ്കിൽ അവർ എവിടെന്നാണ് നല്ല ഭാഷ കേൾക്കുകയെന്ന് ലത ടീച്ചർ എന്നോടൊരിക്കൽ ചോദിക്കുകയുണ്ടായി. മാഷിൻ്റെ വാക്കിൻ്റെ വില എന്തെന്ന് അവർ രണ്ടുപേരും എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, അവരറിയാതെ തന്നെ. ചുരുക്കത്തിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ, അധ്യാപനത്തിൻ്റെ പവിത്രതയറിഞ്ഞ 2 മികച്ച അധ്യാപകരാണ് ഈ വർഷം നമ്മുടെ സ്കൂളിനോട് ഔദ്യോഗികമായി വിട പറയുന്നത്. ഇവരെ സദസ്സിന് വിശദമായി പരിചയപ്പെടുത്തുക എന്നതാണ് ഇവിടെ എൻ്റെ കർത്തവ്യം. ആദ്യം മജീദ് മാഷെക്കുറിച്ചാവാം. മുഴുവൻ പേര് അബ്ദുൾ മജീദ് എം, തൃപ്പനച്ചി സ്വദേശി. പിതാവ് മുഹമ്മദ് ഹാജി പാദർശ്ശേരി, മാതാവ് മറിയുമ്മ OP. 1994 പൂക്കളത്തൂർ ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപകനായി ചേർന്നു. അന്ന് സയൻസ്, സോഷ്യൽ സയൻസ്, കണക്ക് അധ്യാപകരായിരുന്നു ഇംഗ്ലീഷും പഠിപ്പിച്ചിരുന്നത്. മജീദ് മാഷ് പതുക്കെ സോഷ്യൽ സയൻസിനോട് വിട പറയുകയും മുഴുവൻ സമയ ഇംഗ്ലീഷ് അധ്യാപകനായി മാറുകയും ചെയ്തു. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും ഹയർ സെക്കൻഡറിയിൽ ചേരാനുള്ള യോഗ്യതയും നേടി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായി നടത്തിവരുന്ന വിജയബേരി പദ്ധതി അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്കൂളിൽ വിജയകരമായി നടത്തിയതിന് മുഖ്യ പങ്ക് വഹിച്ചവരിൽ മജീദ് മാഷും ഉണ്ടായിരുന്നു. 2013 ഹയർ സെക്കൻഡറി അധ്യാപകനായി അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലെ കണിശതയും കുട്ടികൾ ക്ലാസ്സിലും സ്കൂളിലും അനുവർത്തിക്കേണ്ട അക്കാദമിക അല്ലാത്തതുമായ പ്രവർത്തനങ്ങളുടെ അദ്ദേഹത്തിൻ്റെതായ നിർബന്ധങ്ങളും ഹൈസ്കൂളിലേതെന്നതുപോലെ ഹയർ സെക്കൻഡറിയിലും അദ്ദേഹത്തെ വേറിട്ട അധ്യാപകനാക്കി മാറ്റി. 2020 അദ്ദേഹം സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി ചാർജ് എടുത്തു. പുൽപ്പറ്റ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന മജീദ് മാസ്റ്റർ തൃപ്പനച്ചി യൂണിറ്റിലെ പ്രവർത്തകനാണ്. വിരമിക്കലിന് ശേഷം ഈ ജീവകാരുണ്യ പ്രവർത്തനവും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് നിർബാധം തുടരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലായിരുന്നു കിഴിശ്ശേരി സബ് ജില്ലാ കലോത്സവം നടന്നത്. ഈ മേളയെ നമ്മുടെ ഗ്രാമോത്സവമാക്കി മാറ്റിയത് മജീദ് മാഷിൻ്റെ മാന്ത്രിക സാന്നിധ്യം കൊണ്ടായിരുന്നു. ശ്രീമതി സാജിദയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. ഏക മകൻ ദിൽഷാദ് M ഷാൻ TTC കഴിഞ്ഞ് അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങി നിൽക്കുന്നു. സ്കൂളിൽ നിന്ന് ഔദ്യോഗികമായി വിട പറഞ്ഞാലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് മജീദ് മാസ്റ്റർ നമ്മളോടൊപ്പം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. റിട്ടയർമെൻറ്റിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം സുഖകരവും സമ്പൽ സമൃദ്ധവുമാവട്ടെ എന്നും ആയുരാരോഗ്യത്തോടെ ഇവിടുത്തെ സാമൂഹ്യ മേഖലകളിൽ സജീവമായി അനേക വർഷം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ലത ടീച്ചറെക്കുറിച്ച്. ടീച്ചർ പാണ്ടിക്കാട് സ്വദേശിനിയാണ്. അച്ഛൻ രാമേന്ദ്രൻ മാസ്റ്റർ, അമ്മ രാധ. മേലാറ്റൂർ RMHSSൽ UP വിഭാഗത്തിലാണ് ടീച്ചർ ആദ്യമായി ചേരുന്നത്. പിന്നീട് ഇഷ്ടവിഷയമായ മലയാളം പഠിപ്പിക്കാനായി നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഭാഷാധ്യാപകരുടെ മനസ്സ്
കഥകളും കവിതകളും കൽപ്പനകളും കൊണ്ട് സമ്പന്നമായിരിക്കണം. ഏതെങ്കിലും ഒരു ഭാഷ കൊണ്ടല്ലാതെ എങ്ങനെയാണ് നാം പോയ കാലത്തിൻ്റെയും നടപ്പുകാലത്തിൻ്റെയും കഥയും ചരിത്രവും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പറച്ചിലിലൂടെയും എഴുത്തിലൂടെയും പങ്കുവയ്ക്കുക? ONVയുടെ മുത്തശ്ശൻ പഠിപ്പിക്കുമ്പോൾ ഉപ്പ് പരാമർശിക്കാതെ എങ്ങനെയാണ് ഒരു മലയാളം അധ്യാപിക കടന്നുപോവുക? പ്രകൃതി സൗന്ദര്യം ആവിഷ്കരിക്കുന്ന പിയുടെ സൗന്ദര്യ ദേവത പഠിപ്പിക്കുമ്പോൾ ചങ്ങമ്പുഴയുടെ സൗന്ദര്യ ലഹരിയും സുഗതകുമാരിയുടെ ഒരു പാട്ടു പിന്നെയും അല്ലെങ്കിൽ അതുപോലുള്ള കവിതകളും പരിചയപ്പെടുത്താതെ എങ്ങനെയാണ് മുന്നോട്ടു പോവുക? ലത ടീച്ചർ കവിതകൾ ചൊല്ലുന്നത് അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞങ്ങൾ അധ്യാപകർക്ക് കണ്ട് ശീലമായിരുന്നു. ഞങ്ങളും എത്രയോ തവണ ക്ലാസ് നിർത്തി അല്പസമയമൊക്കെ ടീച്ചറുടെ കവിതാലാപനത്തിൽ മയങ്ങിയിരുന്നിട്ടുമുണ്ട്. മലയാളം പോലൊരു ദ്രാവിഡ ഭാഷ പഠിപ്പിക്കുമ്പോൾ അതിലുണ്ടായിട്ടുള്ള പ്രാചീനവും ആധുനികവുമായ സാഹിത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം വളരെ പ്രധാനമാണ്. നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്ക് ഇവയിലെല്ലാം സംശയ നിവർത്തി വരുത്താനുള്ള ആൾ കൂടിയായിരുന്നു ലത ടീച്ചർ. ജീവിതത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ധന്യ വഴിയിൽ എപ്പോഴോ നമ്മയൊക്കെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരസുഖത്തിന് ടീച്ചർ ഇത്തിരി ഇട കീഴ്പ്പെട്ടുവെങ്കിലും മനസ്സാന്നിധ്യവും ധൈര്യവും കൈവിടാതെ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. അതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുന്നു. മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദവും, കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് BEdും കരസ്ഥമാക്കിയ ടീച്ചർ റിട്ടയർമെൻറ്റിന് ശേഷം മലയാളത്തിൽ ഗവേഷണം നടത്താനുള്ള തയ്യാറെടുപ്പിലുമാണ്. മേലാറ്റൂർ സ്വദേശി വിശ്വനാഥനാണ് ടീച്ചറുടെ ഭർത്താവ്. മകൾ അശ്വിനി വിശ്വനാഥ് കാനഡയിൽ സൺ ലൈഫ് ഇൻഷുറൻസിൽ HRM ആയി ജോലി ചെയ്യുന്നു. മകൻ വിജയ് വിശ്വനാഥ് കാനഡയിൽ തന്നെ TDBയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്നു. അതുപോലെ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ AEO അബ്ദുൽ സലാം സാർ, അദ്ദേഹം വേദിയിലുണ്ട്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഇവിടെ AEO ആയിരുന്ന കാലഘട്ടത്തിൽ വളരെ സജീവമായും ആത്മാർത്ഥമായും സഹകരിച്ച് പ്രവർത്തിക്കുകയും എല്ലാ അധ്യാപകരോടും വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ അബ്ദുൽ സലാം സാർ. അദ്ദേഹവും ഈ വർഷം വിരമിക്കുകയാണ്. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള എല്ലാവരുടെയും ജീവിതം മനോഹരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലത ടീച്ചറുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതം സർഗാത്മകവും പിയുടെ കവിത പോലെ അനർഘളമായി ഒഴുകട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റിട്ടയർ ചെയ്യുന്ന ശ്രീ മജീദ് മാഷിനും ലത ടീച്ചർക്കും അബ്ദുൽ സലാം സാറിനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്ത് ഞാൻ വിടവാങ്ങുന്നു.